ഒളിച്ചോറുന്നുണ്ട്. ഇതല്ലേ ആദ്യം ഗ്രില്ല് ഇട്ടതാ. കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെന്ന് തെളിവെടുപ്പിൽ കവർച്ചാ കേസ് പ്രതി ലിജേഷിന്റെ മൊഴി. ഗൾഫ് വ്യവസായിയായ നിയാസിന്റെ വീട്ടിൽ കവർച്ചയ്ക്ക് കയറിയതായി പ്രതി സമ്മതിച്ചു. ജനൽ കമ്പി മുറിച്ചു മാറ്റി അകത്ത് കടന്ന രീതി പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ലഭിച്ചു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. കുടിയിലുണ്ടായിരുന്നല്ല തുറന്നിട്ടുണ്ടായിരുന്നു. ഇതിലെടുത്തേ ഇതിലെടുത്തത് കാണാനുണ്ട് കാര്യം. മനോജ് മയിൽ ചേർന്നു. മനോജ്, കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ഒന്നും ലഭിച്ചില്ലെന്നാണ് പ്രതി ലിജേഷ് മൊഴി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, കീച്ചേരിയിലെ പ്രവാസി വ്യവസായിയായ നിയാസിന്റെ വീട്ടിൽ കവർച്ചാ കേസ് പ്രതിയായ ലിജേഷിനെ വളപട്ടണം SI P ഉണ്ണികൃഷ്ണൻ, M അജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 20-നാണ് ഈ കവർച്ച നടന്നത്. വീടിന്റെ ജനൽ ഗ്രിൽസ് ഇളക്കി മാറ്റി കിടപ്പുമുറിയുടെ അലമാര കുത്തി തുറന്ന് 11.5 പവൻ സ്വർണം മോഷണം പോയി എന്നായിരുന്നു നിയാസിന്റെ ഭാര്യ വളപട്ടണം പോലീസിൽ നൽകിയ പരാതി. ഈ കവർച്ച നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വ്യവസായിയായ നിയാസ് അന്തരിച്ചിരുന്നു. ഇതേ തുടർന്ന് വീട് അടച്ചിട്ട നിലയിലായിരുന്നു. ഈ വീട്ടിൽ നേരത്തെ ഷീറ്റ് ഇടുന്ന വർക്ക് വെൽഡറായ ലിജേഷാണ് ചെയ്തത്. ഗൾഫിൽ കാർഗോ ബിസിനസ്സുകാരനായ നിയാസിന്റെ സ്ഥിതിയൊക്കെ അന്ന് ഈ ലിജേഷ് മനസ്സിലാക്കിയിരുന്നു. വീട്ടിൽ സ്വർണവും പണവുമൊക്കെ ഉണ്ടാകും എന്ന് ലിജേഷ് അങ്ങനെ ഉറപ്പിക്കുകയും ചെയ്തു. ഈ വീട് നോട്ടമിട്ടത് ആഗസ്റ്റ് 20-ന്, അതായത് 2023 ആഗസ്റ്റ് 20-നാണ് ഇവിടെ മോഷണത്തിന് ലിജേഷ് എത്തിയത്. രാത്രി 8 മണിയോടെയാണ് ഇവിടെ വന്നതെന്നാണ് ലിജേഷ് ഈ തെളിവെടുപ്പിൽ മൊഴിയായി നൽകിയിട്ടുള്ളത്. വീട് നിരീക്ഷിച്ച് ആളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് മതിൽ ചാടി കടന്ന് താഴത്തെ ജനൽ ഗ്രിൽസ് ഇളക്കി മാറ്റി അകത്ത് കടന്നതെന്നും ഈ ലിജേഷ് മൊഴി നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിന്റെ അലമാരിയുടെ പൂട്ട് പൊളിച്ചെങ്കിലും ഇവിടെ നിന്നും ഒന്നും കിട്ടിയില്ല എന്നാണ് ലിജേഷ് ഈ തെളിവെടുപ്പിൽ പോലീസിനോട് പറഞ്ഞത്. പരാതിയിൽ 11.5 പവൻ സ്വർണം പോയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ലിജേഷ് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. ഇത് പക്ഷേ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പഠിച്ച കള്ളനായ ലിജേഷ് സാഹചര്യത്തിന് അനുസരിച്ച് മൊഴി ഉണ്ടാക്കുകയാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കവർച്ച നടന്നതിന് പിന്നാലെ ലിജേഷ് ഗൾഫിലേക്ക് പോയിരുന്നു. അന്നത്തെ ആ യാത്രയടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഈ മോഷണത്തിന് ശേഷം പ്രതിയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വന്ന മാറ്റമടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. വളപട്ടണത്തെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്ന 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും ലിജേഷിന്റെ വീട്ടിലെ കട്ടിലിന് അടിയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഈ കേസിന് പോലീസിന് തുമ്പുണ്ടാക്കാൻ സഹായിച്ചത് ഈ കീച്ചേരി കവർച്ചാ കേസിലെ വിരലടയാളവും CCTV ദൃശ്യങ്ങളുമൊക്കെ ആയിരുന്നു. അന്ന് കീച്ചേരി കവർച്ചാ കേസിൽ പ്രതിയെ കിട്ടിയില്ല എങ്കിലും SI P ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിൽ തെളിവുകളെല്ലാം തന്നെ ഭദ്രമായി ശേഖരിച്ചിരുന്നു. ഇത് ഈ വളപട്ടണം കവർച്ചാ കേസിൽ നിർണായകമാവുകയും ചെയ്തു. ഈ കവർച്ചാ കേസിൽ
പിടിക്കപ്പെടാത്തതാണ് സമ്പന്നരുടെ വീട് നോട്ടമിട്ട് കവർച്ച നടത്താൻ പ്രതി വീണ്ടും പദ്ധതി ആവിഷ്കരിച്ചത്. നിയാസിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പ്രതി പറയാനുള്ള കാരണങ്ങൾ പലതാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വീട്ടിൽ സ്വർണമോ പണമോ സൂക്ഷിച്ചിരുന്നോ എന്നത് നിയാസിന് മാത്രമേ അറിയൂ. നിയാസ് ഈ കവർച്ചയ്ക്ക് ഏതാനും ദിവസം മുമ്പാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് വീട്ടുകാർക്ക് വ്യക്തതയില്ല. ഇത് മനസ്സിലാക്കിയാണോ ലിജേഷ് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും മോഷണത്തെക്കുറിച്ച് വന്ന വാർത്തകളെല്ലാം തന്നെ ലിജേഷ് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. യൂട്യൂബിൽ ഇത്തരം വാർത്തകൾ നിരന്തരം ലിജേഷ് സെർച്ച് ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിയുടെ മൊഴി വിശദമായി പരിശോധിച്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയും. പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പലവിധ സംശയങ്ങളുണ്ട്. അതായത് ഈ പരാതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണവും പണവുമൊക്കെ ഇവിടെ നിന്ന് മോഷണം പോകാനുള്ളൊരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇത് ലിജേഷ് മറച്ചുവെക്കുകയാണോ എന്നതാണ് പോലീസിന് കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും ഈ പ്രതിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ACP TK രത്നകുമാറിൻ്റെയും വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കേസും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് പ്രത്യേക യോഗം ചേർന്ന് തുടർ നടപടികൾ എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കൂടിയാലോചനയൊക്കെ ഉണ്ടാകും. അതിനുശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. ഷിനിത്.